മനുഷ്യനോട് ആത്മാർത്ഥത വേണം. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പുളിവചനം എന്ന് പറയുമ്പോൾ എത്ര പേര് കള്ളം പറയുന്നുണ്ടെന്നും എത്രമാത്രം ചതിക്കുന്നുണ്ടെന്നും എത്രമാത്രം പ്രയാസകരമായിട്ട് മാറുന്ന അവരൊക്കെ തിരുത്തണം. നല്ല മനസ്സുണ്ടാകട്ടെ എല്ലാവർക്കും. ഓണം എല്ലാവരുടെയും സന്തോഷകരമായ കാര്യമാണ്. പലപ്പോഴും വിമർശിക്കാൻ വളരെ എളുപ്പമാണ്. അവനവൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ചെയ്യുന്ന കണ്ണാടിയിലൊന്ന് നോക്കിയാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഇപ്പോഴും സമയം കളയാതെ നമ്മൾക്ക് ജീവിക്കാൻ കിട്ടിയേക്കുന്നത് കുറച്ച് വർഷമേ ഉള്ളൂ. ജീവിക്കുന്ന സമയം മനുഷ്യന് വേണ്ടി, നമുക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും കൂടി വേണ്ടി ജീവിക്കാൻ കഴിയണം, സന്തോഷകരമാവണം. ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പൊക്കെ തൂഫാൻ ഇത്രയേറെ ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് എന്ത് സ്പീഡിലാണ് കണ്ടുപിടിച്ചതെന്ന് ആലോചിച്ച് നോക്കി. എന്തുമാത്രം വേലിറങ്ങി ഈ മയക്കുമരുന്നിനും അതുപോലെയുള്ള രാസവസ്തുക്കൾക്കുമല്ല ഇതെല്ലാം എത്ര ചടുലമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത്ര ഡീപ്പ് റൂട്ടഡായി പോയി ഈ സമൂഹം എന്ന് പറയുമ്പം എവിടെയായിരുന്നു അധികാരികളെന്ന് ചോദിക്കുക. അപ്പുറത്തിരുന്ന് ഇപ്പുറത്ത് വന്ന് കുറ്റം പറയുകയാണോ എന്ന് ചോദിക്കും. കഴിഞ്ഞ 5 വർഷക്കാലം അതിനു മുമ്പ് ചെയ്തത് എന്താന്ന് ആത്മാർത്ഥം. ഇപ്പോൾ ബഹുമാനപ്പെട്ട MP പറഞ്ഞല്ലോ അദ്ദേഹം എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം ഇടപെടൽ. ഇതിലൊക്കെ സൗജന്യമായിട്ട് യാത്ര ചെയ്തിട്ട് എന്നോട് ചില ആൾക്കാർ, ഞാൻ എപ്പോഴും ജനങ്ങളുടെ കൂടെ ഉള്ള ആളാണ്, പറഞ്ഞ എന്താ അറിയോ, ഇപ്പോൾ അണ്ണൻ്റെ മുഞ്ഞ് കാണണ്ട. ആ ഭാഷയിൽ എന്നോട് പറഞ്ഞ ഇപ്പോൾ വണ്ടിക്കൂലി ചോദിക്കാൻ ചെന്ന അണ്ണൻ്റെ മുഞ്ഞ് കാണണ്ടെന്ന് എന്നോട് പറഞ്ഞതൊക്കെ വലിയ ഭാഗത്തുനിന്ന് വന്നാന്ന് തോന്നുന്നു. ഒരു പാവം തൊഴിലാളിയാണ് കേട്ടോ. എൻ്റെ ഒരു ഇഷ്യൂ പറയാനായിട്ട് വന്ന ഒരു പ്രശ്നം അതല്ലേ മനുഷ്യൻ്റെ ഇത്. എത്ര വിമർശിച്ചാലും ഒന്നും സാധനങ്ങൾ കൊടുക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം അത് അങ്ങനെ പറയാതിരിക്കുക ദയവ് ചെയ്തിട്ട്. ഈ സമൂഹം എന്തിനാ അങ്ങനെ എതിർക്കാൻ വേണ്ടി എതിർക്കുന്നത്? നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങ് കൊടുത്തോളൂ. അങ്ങനെ എല്ലാവർക്കും സന്തോഷം വരട്ടെ. മുഴുവൻ പേർക്കും നാടിൽ നല്ല സമൃദ്ധി ഉണ്ടാവട്ടെ, വികസനങ്ങൾ കൊണ്ടുവരട്ടെ, വേണ്ടതിന് വിമർശിക്കട്ടെ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കട്ടെ, നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാം. പബ്ലിസിറ്റി കൊടുക്കാൻ നല്ല എളുപ്പമാണ് വാചകത്തിലൂടെ. എനിക്ക് ആ ബസ് സ്റ്റാൻഡ് കാണുമ്പോൾ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കാണുമ്പോൾ ആത്മാർത്ഥതയോടെ നെഞ്ചത്ത് കൈവച്ച് ഇതിന് പബ്ലിസിറ്റി കൊടുക്കുന്നവരൊന്ന് ചിന്തിക്കേണ്ട. അത് കുറേച്ച് ഒടിഞ്ഞു വീണ് കഴിഞ്ഞു. എത്രമാത്രം സ്പേഷ്യൽ പ്ലാനിങ്ങിൽ കൂടി പ്ലാൻ ചെയ്തു 20 years എങ്കിലും മുന്നോട്ട് കണ്ടു വേണം നമ്മൾ ഓരോ പദ്ധതികളും തയ്യാറാക്കാൻ. അത് ഇവിടെ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, ഇവിടെ നവോദയ സ്കൂൾ കൊണ്ടുവന്നു, കേന്ദ്രീയ വിദ്യാലയം അനുവദിപ്പിച്ചു, നിരവധി കാര്യങ്ങൾ. ഞാനൊക്കെ UDFൻ്റെ കാലത്ത് UDFിലിരിക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള. UIT ഒക്കെ അന്നുകൊണ്ട് ഫസ്റ്റ് ട്രെയിനിങ് MLA മാത്രമായിരുന്നപ്പം റൂറൽ SP ഓഫീസ്, ഫയർ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, അതുപോലെ ഇങ്ങനെയുള്ള എത്ര കാര്യങ്ങൾ പറയുക. ബസ് സ്റ്റാൻഡ് നവീകരണം, അവിടുത്തെ ഗ്യാരേജ്, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ പണിഞ്ഞ കോടതി സമുച്ചയം ഉൾപ്പെടെ പ്രവർത്തനം ആരംഭിച്ചു. ടൈം നമുക്ക് വേണ്ടി നോക്കി നിൽക്കില്ല. വർത്തമാനം പറഞ്ഞാൽ പോരാ, മനുഷ്യനോട് ആത്മാർത്ഥത വേണം.